ശാലോം ടി വിയുടെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാഞ്ഞിരപ്പള്ളിയിലെ FCC സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ടെസി മരിയായുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ദൈവവിളി സ്വീകരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അവർ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദൈവാനുഭവത്തെക്കുറിച്ചുമൊക്കെ നാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. സന്യാസിയായി ആയതിനു ശേഷം സഭയുടെ പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മദ്യപന്മാരുടെ ഇടയിലും തടവറയിൽ കിടക്കുന്ന ആളുകളുടെ മോചനത്തിനു വേണ്ടിയും സേവനം ചെയ്യുന്ന സിസ്റ്ററിൻ്റെ പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച്, പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ദീർഘകാലം മദ്യപാനികളുടെ പുനരധിവാസത്തിനും തടവറയിൽ കിടക്കുന്ന ആളുകളുടെ മോചനത്തിനുമായും അവരെ ആശ്വസിപ്പിക്കുന്നതിനുമായും ഓടി നടന്ന സിസ്റ്റർ ഇപ്പോൾ പ്രത്യേകമായും ചെയ്യുന്ന കർമ്മ പരിപാടികൾ എന്തൊക്കെയാണ്? സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ കീഴിൽ ഒരു ഷെൽട്ടർ ഹോമിൻ്റെ സൂപ്രണ്ടായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. അത് പീഡനത്തിനിരയാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. 2006 ഇങ്ങനെ ഒരു ആക്ട് തുടങ്ങിയത് തന്നെ. എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു കണ്ടെത്തലും ഈ ഒരു ശുശ്രൂഷ രംഗത്തേക്ക് ഞാൻ കടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഒരു ആക്റ്റായിട്ടാണ്. ഒരു കാലഘട്ടം ഞാൻ മദ്യപാനികളെ പിടിക്കുന്നു. എൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഒരു ദിവസത്തെ ഒരു അഭയത്തിന് വേണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരെ ആക്കാൻ ഒരു സ്ഥാപനം നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഏതെങ്കിലും ബാലികാഭവനിലൊക്കെ ആണെങ്കിലും ഒരു പരിധിയുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ ആക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. ഒരു അമ്മയും കുഞ്ഞിനെയും പെട്ടെന്നൊരു സാഹചര്യത്തിൽ കിട്ടിയാൽ ആക്കാൻ സ്ഥലമില്ലാതെ. ഇപ്പം നമുക്ക് അത്യാവശ്യം ഗവൺമെൻറ് അതിനുള്ള പൈസ തന്ന് അവർക്കുള്ള ചിലവ് തന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ. ഏതാണ്ട് ഒരു 90% വ്യക്തികളും വരുന്നത് മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ്. വീടുകളിൽ മദ്യപാനം അങ്ങ് കൂടിക്കഴിയുമ്പം ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ വീട് വിട്ട് ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു പോകാനാവില്ല എന്നൊരു ചിന്തയോടുകൂടി മക്കളെയും എടുത്തോടി വരുന്ന ഒരു സാഹചര്യമാണ്. വന്നു കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. വന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷനോ ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ വ്യക്തിയെ നമ്മൾ 2-3 പ്രാവശ്യം ഫോണിൽ കൂടെയൊക്കെ ഒന്ന് വിളിച്ച് ഒരിത്തിരി നമുക്കറിയാം, ഭാര്യ, കുഞ്ഞുങ്ങൾ വീട് വിട്ട് പോയി ഒരു വ്യക്തി തനിച്ചാകുമ്പോൾ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഒന്നുമില്ല കാണാൻ. ഒരു ശൂന്യമായൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സ്നേഹത്തോടെ, കരുതലോടെ, ഒരു കാരുണ്യത്തോടെ ഒന്ന് വിളിക്കുകയും ഒന്ന് വരാമോ, ഒന്ന് കാണാനാണ്, സമയം ഉണ്ടാകുമോ എന്ന് നമ്മൾ അദ്ദേഹത്തെ വളരെ ഒരു മാന്യതയോടുകൂടി കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ വിളിക്കുന്നിടത്ത് വരാറുണ്ട്. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇരുത്തി ഒത്തിരി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ബോധ്യപ്പെടുത്തി കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും ഒക്കെ മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി പേരെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ പ്രത്യേകമായും സഭ സിസ്റ്ററിനെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തം പ്രൊവിൻഷ്യൽ കൗൺസിലർ എന്നുള്ളതാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഇങ്ങനെ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നിരിക്കുന്ന ഈ കാഞ്ഞിരപ്പള്ളി, പ്രത്യേകിച്ച് സെൻറ് തോമസ് പ്രോവിൻസിൻ്റെ ഒരു കൗൺസിലർ എന്ന നിലയിൽ ആ ഉത്തരവാദിത്തത്തെ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് സിസ്റ്റർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക? യഥാർത്ഥത്തിൽ ഞാൻ എടുക്കേണ്ടത് സോഷ്യൽ വർക്കിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ എടുത്തിരിക്കുന്ന ഈ ജോലിയുടെ കൂടെ ഒരു സോഷ്യൽ വർക്കും കൂടി എടുത്താൽ ഒരിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രൊവിൻഷ്യൽ ടീമിലുള്ള ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയും കൗൺസിലേഴ്സും എനിക്ക് നൽകിയ വലിയൊരു ഔദാര്യമായിട്ടാണ് ഞാൻ കരുതുക. ഈ സുവിശേഷവൽക്കരണം തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുക. സുവിശേഷവൽക്കരണവും കുടുംബ പ്രേക്ഷിതത്വവും. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെയും അതിൻ്റെ ഭാഗം തന്നെയാണ്.
അപ്പോൾ ഞാൻ ഏതൊരു രംഗത്തോട്ട് ഇറങ്ങിയാലും, ഇപ്പോൾ ജയിലിലേക്ക് ഇറങ്ങിയാലും, ഒരു ഷെൽട്ടർ ഹോമിലേക്ക് പോയാലും, ഒരു ധ്യാനത്തിന് ക്ലാസ് എടുക്കാൻ പോയാലും, ഇതെല്ലാം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യമാണ്. ഈ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് സിസ്റ്ററിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ? സുവിശേഷം എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക, സുവിശേഷത്തിൻ്റെ നല്ല വശങ്ങൾ സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം കർമ്മ പദ്ധതികളാണ് സിസ്റ്റർ മനസ്സിൽ സിസ്റ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈശോ വചനത്തിലൂടെ പറഞ്ഞു, ലോകം മുഴുവൻ എൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് ഈശോ പറഞ്ഞതാണ്. ഈശോ ഏക രക്ഷകൻ എന്നുള്ള ആ പരമമായ സത്യം ഈ ലോകത്തോട് പ്രഖ്യാപിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വലിയ വിളിയാണല്ലോ ഇത്. അത് ഒരിടത്തും ആരും ഒന്നും എത്തിയിട്ടില്ല, പക്ഷേ ഇനിയും എത്താൻ കിടക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയോട് പറഞ്ഞു, ഇപ്പോൾ ബസ്സിലിരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒറ്റ വാക്ക്, ഈശോ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, ഒറ്റ വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഈശോയിലേക്ക് അടുക്കുന്ന ഒരനുഭവം അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു വലിയ സമൂഹമാകാം. എന്നെ സംബന്ധിച്ച് ഒരു 10,000-കണക്കിന് ആൾക്കാർ നിൽക്കുന്ന ഒരു വേദിയും വെറുതെ 10 പേരുള്ള വേദിയും തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കാൻ ചെല്ലുന്നു, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സിന് അവിടെ നമ്പർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കണ്ടക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അവർ ചോദിക്കുന്നു, സിസ്റ്റേ 10 പേരേ ഉള്ളൂ. നമുക്ക് 10 പേര് വലിയ കാര്യമാണ്. 10 പേര് ഇതിനെക്കുറിച്ച് കേട്ടാൽ ഒരനുഭവമാകുമല്ലോ. ഇതുകൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തന മേഖലകളിലാണ് സിസ്റ്റർ ഈ സമയം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ധ്യാനത്തിന് ക്ലാസ്സുകൾക്ക് ധ്യാനിപ്പിക്കാനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് സൺഡേ സ്കൂള്, ചില ഇടവകളിൽ മാതാപിതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ചില മേഖലകൾ, ചില ധ്യാന സെൻറ്ററുകളിൽ. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്നത് അമ്പലക്കാട് ആശ്രമത്തിലെ മദ്യപാനികൾക്കുള്ള ധ്യാനത്തിൻ്റെ സെഷനിലുള്ള ക്ലാസ്സാണ്. കൂടാതെ ചിലപ്പോഴെങ്കിലും സ്കൂളുകളിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പാൻ മസാലയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ക്ലാസ്സുകൾ, കൂടാതെ കാഞ്ഞിരപ്പള്ളി DYSPയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കൗൺസിലിങ്ങുകൾ, മുണ്ടക്കയം പോലീസ് സ്റ്റേഷനുമായിട്ട് വരുന്ന പ്രത്യേകമായിട്ടുള്ള കൗൺസിലിങ്ങുകൾ, പിന്നെ വിവാഹ ഒരുക്ക സെമിനാറിനുള്ള ചില ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകും. സിസ്റ്റർ ടെസ്സി മരിയ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമൂഹാംഗമാണ്. കാഞ്ഞിരപ്പള്ളി FCC സെൻറ്റ് തോമസ് പ്രൊവിൻഷ്യലെ ഒരംഗം. വളരെയേറെ വർഷങ്ങളായിട്ട് സിസ്റ്ററിനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഒരു അധ്യാപികയായിരുന്ന ഈ വ്യക്തി മറ്റൊരു ഉൾവിളിയോടുകൂടി തൻ്റെ ജീവിതത്തിലെ ദൈവവിളി ഒന്നുകൂടി ആഴത്തിൽ കണ്ടെത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലെ ഏറ്റവും നിരാധാരരായ, അവഗണിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. തടവറ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ജയിൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം സോണിൻ്റെ സജീവ അംഗമായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചതിൻ്റെ അനുഭവം. തടവറയിൽ അടയ്ക്കപ്പെടുന്ന വ്യക്തികൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാണെങ്കിലും അവരിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന ദൈവിക അംശം, അവരും സമൂഹത്തിൻ്റെ വിലപ്പെട്ട അംഗങ്ങളാണെന്ന ചിന്ത, അവരെ ഒരു പക്ഷേ അതിലേക്കൊക്കെ നയിച്ചതിൻ്റെ പിന്നിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ ദൈവത്തിൻ്റെ മക്കളായി കണ്ട് തടവറയിലേക്ക് കടന്നു ചെന്ന് ശുശ്രൂഷ ചെയ്യാൻ, അവരെ സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു സന്യാസ സമർപ്പണത്തിൻ്റെ അർത്ഥവത്തായ ഭാവങ്ങൾ. ഒപ്പം പലതരത്തിലും സമൂഹത്തിലെ നിരാധാരരായ വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, തെരുവിൻ്റെ മക്കളെന്ന നിലയിലൊക്കെയുള്ള ആളുകൾ, അവർക്കൊക്കെ ഭവനം ഒരുക്കാൻ, അവർക്കൊക്കെ വേണ്ടി സൗകര്യങ്ങളും സാധ്യതകളും ഒരുക്കി ഒരു തണൽ വീടെന്ന നിലയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ, അവർക്ക് ആശ്വാസം പകരാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ. അതുകൂടാതെ മദ്യപാനത്തിനും അടിമപ്പെട്ടവരെ, പലതരത്തിലും മദ്യപിച്ച് ലക്കുകെട്ട് ജീവിതം തകർന്ന വ്യക്തികൾ, കുടുംബത്തിൽ ആരോരുമല്ലാത്ത അവസ്ഥയിൽ പുറത്താക്കപ്പെട്ട സാഹചര്യങ്ങളുള്ളവർ, അവർ മൂലം കുടുംബം തകർന്നവർ, അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ജീവിതങ്ങളെ അറിഞ്ഞ് വളരെ വ്യക്തിപരമായിട്ട് അവർക്ക് വേണ്ടി കമ്മിറ്റഡ് ആവാൻ സിസ്റ്ററിന് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാ തരത്തിലും സമൂഹത്താൽ അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഒരു സമൂഹത്തിലേക്ക്, ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളെ സ്വന്തമായി കരുതി നെഞ്ചോട് ചേർക്കാനുള്ള വലിയൊരു സമർപ്പണവും സന്നദ്ധതയും ആ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഒത്തിരിയേറെ ശ്രമിക്കുന്ന, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ ടെസ്സി മരിയ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് സന്യാസ സമർപ്പണത്തിൻ്റെ വളരെ അർത്ഥവത്തായ ഒരു ഭാവമാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി, നിരാധാരരായവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഈ കരുണയുടെ വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്ന കരുണയുടെ സന്ദേശം വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ ഈ സഹോദരിക്ക്, ഈ സന്യാസിനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീക്ഷ്ണമായ സമർപ്പണത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്.
ഈ വഴിയിലൂടെയൊക്കെ മുൻപോട്ട് കടക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. വൈദികരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും ഒക്കെ ഇങ്ങനെയുള്ള ധന്യമായ പ്രവർത്തന മേഖലകളിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സിസ്റ്റർ ടെസ്സി മരിയായുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ സമയത്ത് ഞാൻ നേരുന്നു. ദൈവം ഈ സഹോദരിയെ, ഈ സിസ്റ്ററിൻ്റെ ശുശ്രൂഷ മേഖലകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 25 വർഷം തൻ്റെ സന്യാസ ജീവിതം പിന്നിടുന്ന ഈ വേളയിൽ തൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആ മേഖലയിൽ പൂർണ്ണ സംതൃപ്തിയാണോ അതോ ഏത് രീതിയിലാണ് അതിനെ ഇപ്പോൾ കണ്ടെത്തുന്നത്? സന്യാസ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെയും പൂർണ്ണ സംതൃപ്തിയാണ്. എനിക്ക് കുറച്ച് വ്യക്തിപരമായ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ധ്യാനം, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കുർബാന, യാമപ്രാർത്ഥന, ജപമാല, ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫോർമേഷൻ കാലത്തൊക്കെ കിട്ടിയ ഒരു ധ്യാനാരൂപി, പ്രത്യേകിച്ച് ഈശോയുമായിട്ടൊരു അടുത്തിരിക്കുന്നൊരവസ്ഥ, അതെനിക്ക് വളരെ അനുഭവവേദ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ 3-4 ജോലികൾ ഒരുമിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നെങ്കിൽ അതിനെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കതിനെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വരുന്ന വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ എടുക്കണം നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഷെൽട്ടർ ഹോമുമായി ബന്ധപ്പെട്ട് സിസ്റ്ററെ ഇന്ന് ഞാൻ വോയിസ് കേസ് കൊടുക്കട്ടോ അതാകട്ടോ ഇതാകട്ടോ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മറ്റൊരു വീട്ടിലെ ഫാമിലി പ്രശ്നം നടക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ തല പറഞ്ഞു പോകുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് എവിടെയായി നമ്മൾ നിൽക്കുന്നതെന്ന് അറിയില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. എല്ലാം ഏതാണ്ട് വലിയ ഗൗരവകരമായ പ്രശ്നങ്ങളിലൂടെ, സ്വന്തം പ്രശ്നങ്ങളല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന, പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെടുന്നുള്ള പ്രശ്നങ്ങൾ. ആ സമയത്തൊക്കെ നമ്മൾ അങ്ങ് ആശ്രയിക്കുകയാണ് തമ്പുരാനെ, ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു വലിയൊരു ബോധ്യത്തോടെ. ഇതുവരെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഏറ്റവും കൂടുതൽ കൊച്ചു ചെറുപ്പക്കാരൊക്കെ പാപാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ കാഴ്ചവെച്ച് ആ പാപാവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വലിയൊരു ബോധ്യമാണ് ഈ അടുത്ത നാളുകളിലൊക്കെ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരെ ആ പാപകരമായ അവസ്ഥയിൽ നിന്നും മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് പുതുതായി കടന്നു വരുന്ന പ്രേക്ഷിത പ്രവർത്തന മേഖലയിൽ കടന്നു വരുന്ന ആളുകളോട് സിസ്റ്റർ എന്താണ് പറയാനുള്ളത്? പുതിയതായിട്ട് കടന്നു വരുന്ന മേഖലയിൽ പറയാനുള്ളത്, ഈശോയുമായിട്ട് ഒരു കമ്പാഷനേറ്റ് ലവ് ഉണ്ടാകണം. അതില്ലാതെ ഒരിടത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഈശോയും ഞാനും, അത് കണ്ടാൽ കണ്ടു, കണ്ടില്ല, കാഴ്ചയൊന്നുമല്ല പ്രധാനപ്പെട്ടത്. ആ ഒരു ബന്ധത്തിൽ അത് ഞാൻ പറയും, വിട്ടുപിരിയാത്ത, വലിച്ചെറിഞ്ഞാലും പറിച്ചെറിഞ്ഞാലും പോകില്ലാത്ത, കൊച്ചുത്രസ്യ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പന്തെടുത്തെറിഞ്ഞാൽ തിരിച്ചു വരുന്ന മടി വന്നിരിക്കുമെന്ന് പറഞ്ഞ സംഭവം പോലെ എന്ന് പറഞ്ഞ പോലെ അത്രയും അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടെങ്കിലേ ഒരു സമർപ്പിതയായിട്ട് ജീവിക്കാൻ പറ്റൂ. എവിടുന്ന് ആരായ ഒരു കുഞ്ഞു തുമ്പുണ്ടാക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ ബലം, ഈശോ കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം, അതുപോലെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥത, ഇതെല്ലാം കൊണ്ട്, പിന്നെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്. അപ്പം ഞാനിന്ന് വളരെ സന്തോഷവതിയായിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും അൽഫോൻസാമയും. ഫ്രാൻസിസിനെ കുറിച്ച് വായിക്കുന്തോറും അറിയുന്തോറും പഠിക്കുന്തോറും ഇതൊരു മനുഷ്യനാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുക. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഫ്രാൻസിസിനെ. ക്ലാരയെ അതുപോലെ തന്നെ. ക്ലാരയുടെ ചില ശൈലികളൊക്കെ അതൊന്ന് വായിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അൽഫോൻസാമയെ കൊച്ചു നാൾ മുതൽ കേട്ട് അൽഫോൻസാമയെക്കുറിച്ച് ഒരു വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതസഭയിലെ തന്നെ ആദ്യത്തെ വിശുദ്ധയാണല്ലോ. എനിക്ക് അൽഫോൻസാമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞു ചാമ്പങ്ങായൊക്കെ പെറുക്കി ഈ പിള്ളേർക്ക് കൊടുത്ത് വിശുദ്ധയായി. മഠത്തിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, ചുമ്മാ മഠത്തിനകത്ത് നിന്നിട്ട് ഈ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത്, പക്ഷേ അത് വലിയ സ്നേഹത്തോടെ, വലിയ ത്യാഗത്തോടെ അവൾ ചെയ്തു. അവൾ വലിയ വിശുദ്ധയായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ധന്യത അടങ്ങിയിരിക്കുന്നത് ഇന്നോളം ഈ FCC സന്യാസ സമൂഹത്തിലാണ്. എന്നെ പോസ്റ്റലൻസി ന്യൂഷിറ്റ് കാലഘട്ടത്തിൽ എന്നെ പരിശീലിപ്പിച്ച ക്രിസ്റ്റീനാമ്മ, ആസ്പിറൻസി കാലത്ത് എന്നെ നോക്കിയ ബഹുമാനയുടെ സിസ്റ്റർ ജോസി ട്രീസ, പിന്നെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ടീം സിസ്റ്റർ ജൂസി, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ടീം സിസ്റ്റർ ജൂലി, സിസ്റ്റർ ഫ്രാൻസി, സ്റ്റെല്ലാമ്മ, ജോസി ട്രീസാമ്മ, ഞാൻ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ട്രഷറർ സിസ്റ്റർ അമല,
പിന്നെ സെക്രട്ടറി സിസ്റ്റർ ടെസ്മി, ഇങ്ങനെ ഉൾപ്പെടുന്ന ഈ പ്രൊവിൻഷ്യൽ ടീമും ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻ ജോസഫ് ഉൾപ്പെടുന്ന ജനറൽ ടീമും അതുപോലെ തന്നെ എൻ്റെ കൊച്ചു കമ്മ്യൂണിറ്റിയും. ഈ കാലഘട്ടം വരെ ഞാൻ ചോറ്റുമഠത്തിലായിരുന്നു. അവിടുത്തെ ഇപ്പോഴുള്ള സിസ്റ്റർ ജെസ്സിയാണ് ഇപ്പോൾ സുപ്പീരിയർ. അവർ, ആ കമ്മ്യൂണിറ്റിയിലെ പ്രിയപ്പെട്ട അമ്മമാർ, അവിടുത്തെ അമ്മച്ചിമാർ, അതുപോലെ ഷെൽട്ടർ ഹോമുമായി ബന്ധപ്പെട്ട CC കൃപാഭവനിലെ അമ്മച്ചിമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റർ വിമൽ റോസ്, ഇവരെല്ലാം കൂടിയുള്ള ഒരു വലിയ ഒരു കൂട്ടായ പ്രവർത്തനം. അമ്മ 1980-കളിൽ വലിയതോവാള സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കേവലം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്ന അമ്മയോട് മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഏത് രീതിയിലാണ് അതിന് പ്രോത്സാഹനം കൊടുത്തത്? അല്ലെങ്കിൽ ആ കുട്ടിയിൽ എന്തെങ്കിലും പ്രത്യേക ദൈവിക ചൈതന്യം അമ്മ കണ്ടിരുന്നു? ടെസമ്മ പുനാട്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന കുട്ടിയാണ്. വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും നല്ലപോലെ ഇടപെടുന്നയാളാണ്. സ്മാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ താല്പര്യം പറഞ്ഞപ്പോൾ ഞാനതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് സിസ്റ്റർ ആകും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ വളരെ താല്പര്യമായിട്ടുള്ളൊരു കുട്ടി. നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരും. അത് ആദ്യമായിട്ട് വരും. ക്ലാസ്സിൽ വളരെ സ്മാർട്ടായിട്ടിരിക്കുന്ന കുട്ടി. ഒരു ഗായിങ് അവരുടെ കൂടെയുണ്ട്, ഒരു 5-6 പേര്. അപ്പോൾ അവരാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൻ്റെ ലീഡറാണ് ടെസമ്മ. അന്ന് തോവാള മഠത്തിൽ പ്രായമായി അതിന് സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പമായിട്ടുണ്ട്. ഈ കുട്ടി വന്നാൽ ഓടി കോൺവെൻറ്റിൽ വരാറുണ്ട്. മിക്കവാറും വന്നാൽ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി ഇടപെടും. അപ്പോൾ പ്രായമായ സിസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഈ കൊച്ചിനെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവർക്ക് ഒരു നല്ല സ്നേഹത്തോടു കൂടി അവർ ഇടപെടുന്നു എന്ന്. പിന്നെ സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം ഈ കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും അങ്ങനെ, പ്രത്യേകിച്ച് ഒരു ബ്രദറിനെ എനിക്കറിയാം, ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂല. ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തുണ്ടെങ്കിലും ഓടി വരും, ചെയ്യും. അങ്ങനെ ഒരു നേച്ചർ ചെറുപ്പം മുതലേ കുട്ടിക്കുണ്ടായിരുന്നു. ആസ്പിരൻസി വന്നപ്പോഴുള്ള, മഠത്തിൽ വന്നപ്പോഴുള്ള ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരുമിച്ചായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിൻസി മരിയ, സിസ്റ്റർ ട്രീസ മാത്യു, സിസ്റ്റർ എൽസിൻ ജോസ്, സിസ്റ്റർ ജോസ്ന, സിസ്റ്റർ ജാൻസീന, സിസ്റ്റർ തെരേസ് ജോസ്. 1-2 അനുഭവങ്ങൾ പ്രത്യേകിച്ച് ആസ്പിരൻസിയിലെ ഇപ്പം എൻ്റെ പെട്ടെന്ന് വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് നമ്മൾ ആസ്പിരൻസി വെച്ച് ബഹുപൂരം ആരാധന നടക്കുമ്പോൾ നമ്മുടെ ഈ എൽസിന് ഡാലി താമസിച്ച് വന്ന് ഓർക്കുന്നു. താമസിച്ച് വന്നിട്ട് അന്നേരം നമ്മുടെ ബിൻസിയോസ് ഭയങ്കര ആരാധനയാണ്. ആരാധനയുടെ ഇടയ്ക്ക് എൽസിൻ കിടന്ന് പറഞ്ഞ വാക്കെന്നാണെന്നറിയോ? അന്നേരം പറയുവാണ്, അതെ നാഥ ഇനി അടുത്തതായി ലാലി സംസാരിക്കുന്നതായിരിക്കും. നാഥ ഇനി അടുത്തതായിട്ട് ലാലി സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ആസ്പിരൻസി വെച്ച് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഇത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇപ്പോൾ ഉള്ള സാധനം അടുത്ത നേരം കാണുകയില്ല. എവിടെയെങ്കിലും ഇട്ടങ്ങ് മറന്നു പോകും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അവസാനം മടുത്തു എന്നെ കൊണ്ട് എല്ലാവരും. കാരണം എൻ്റെ ഒന്നും ഇരിക്കുന്നില്ല, എല്ലാ സാധനം നഷ്ടപ്പെടുക. അപ്പോൾ സിസ്റ്റർ ജോസി അവസാനം നമ്മുടെ മിസ്ട്രസ് എന്നോട് പറഞ്ഞു ഒരു ലിസ്റ്റ് എഴുതാൻ. അതൊക്കെ എന്തൊക്കെ സാധനം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസാക്ഷി വെച്ച് നോക്കിയപ്പം നഷ്ടപ്പെട്ട ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എല്ലാം ലിസ്റ്റ് എഴുതണമല്ലോ. ഞാൻ പിന്ന് സഹിതം റബ്ബർ ബാൻഡ് സഹിതം മൊത്തം അങ്ങ് എഴുതി വന്നപ്പം ഒരു പെട്ട പേപ്പർ നിറച്ച സാധനങ്ങൾ. ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റുമല്ലോ, മുന്നോട്ട് എന്നെ മഠത്തിൽ നിർത്തുകയല്ലെന്ന് ഓർത്ത് ഇതും കൊണ്ട് ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇത് പ്രോൺഷലമ്മയെ കൊണ്ടുവന്ന് കാണിച്ചേക്കാൻ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇവിടെ കൊണ്ട് എൻ്റെ എല്ലാം തീർന്നു. അപ്പോൾ ട്രീസ മാത്യു സ്റ്റെപ്പ് കയറിയൊക്കെ പോകും. അപ്പോൾ ഞാൻ ഓർക്കുക, ഈ ട്രീസായൊക്കെ മടത്തി കാണുമല്ലോ, ഞാൻ മാത്രം കാണുകയല്ലോ. ട്രീസ മാത്യു ഇപ്പോഴും സ്റ്റെപ്പാണ് നിൽക്കുന്നത് എൻ്റെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇതും കൊണ്ട് എൻ്റെ ജീവൻ കത്തി തീർന്നു.
ഞാൻ ഈ ലിസ്റ്റും കൊണ്ട് പ്രൊഫഷണമ്മയുടെ അടുത്തോട്ട് ചെല്ലുക. പ്രൊഫഷണമ്മ അവിടെ ആ താഴെയായിട്ട് അവിടെ ഇരുന്ന് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക പൊന്മരിയമ്മ. ഞാൻ അങ്ങോട്ട് ചെന്ന് ഇത് ലാസ്റ്റ് മൊമെൻ്റാന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് അങ്ങ് കൊടുക്കുകയും അമ്മ ചോദിച്ചത് എന്നതാണ്. ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ പോയ സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഇതങ്ങ് കൊടുക്കുകയും അമ്മ മേടിച്ചിട്ട് ഒറ്റ ചിരി അമ്മ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മ എന്നാ ചിരിക്കുന്നത്. എൻ്റെ വിചാരം കുഞ്ഞെ ഇതെന്നെ ഇങ്ങനെയാണോ സംഭവം, ഇങ്ങനെ പറ്റത്തില്ല, ഇതുപോലെ നഷ്ടപ്പെടാൻ പറ്റുകയില്ല, നാളെ വീട്ടിൽ പോക്കോ വെട്ടിയെടുക്കിക്കോ എന്ന് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ടേ കാണിക്കുന്നത്. പക്ഷേ അമ്മ പെട്ടെന്ന് ഒരു ചിരിയും ചിരിച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് അമ്മയുടെ അടുത്തോട്ട് ഇരുത്തി. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. കാരണം ഒരു വലിയൊരു കരുണ അനുഭവപ്പെട്ട ഒരു സംഭവമായിട്ട് ഞാനതിനെ. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിലേക്കാണ് ദൈവം സിസ്റ്റർ ടെസി മരിയയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഓരോ സന്യാസ സമൂഹത്തിനും അതിൻ്റെ കാര്യസ്ഥമുണ്ട്. ഓരോ ദൈവവിളി എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്, ഒരു നിയോഗമാണ്. FCCയുടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ ചൈതന്യത്തിൻ്റെ മർമ്മം ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് ആ സ്നേഹം കരുണാർദ്ര സ്നേഹമായി പാവപ്പെട്ടവർ, എളിയവരിലേക്ക്, ജീവിതത്തിൻ്റെ അതിർവരമ്പുകളിലേക്കെല്ലാം കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് ഏറ്റവും പറ്റിയ സിദ്ധികളും ദാനങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ടെസി മരിയയ്ക്ക് ദൈവം നിർലോഭം കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സന്യാസ പരിശീലനത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ വ്യക്തമാകുന്നുണ്ടായിരുന്നു. നാം ഇപ്പോൾ ചെയ്യുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആസ്പിരൻസി കാലത്ത് തന്നെ ടെസി മരിയ ചിന്തിക്കുന്നതും പറയുന്നതും ഞാൻ ഓർക്കുന്നു. ആദ്യ നാളുകളിൽ പരിശീലനം കൊടുക്കാൻ സാധിച്ച വ്യക്തി എന്ന നിലയിൽ എയ്ഡ്സ് രോഗികൾ, പാവപ്പെട്ടവർ, മദ്യപന്മാർ, ആരാലും പരിഗണിക്കപ്പെടാത്തവർ, അവരെയൊക്കെ സിസ്റ്ററെ നമുക്ക് എങ്ങനെ പരിഗണിക്കാം, ഈശോയിലേക്ക് കൊണ്ടുവരാം എന്ന് വീട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ പോലും ചിന്തിക്കാനായിട്ട് സിസ്റ്ററിന് സാധിച്ചിരുന്നു. തുടർന്ന് സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ മുമ്പോട്ട് പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും അതിനേക്കാൾ ഉപരിയായി ഇപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്യാനാണ്, എളിയ രീതിയിൽ വിനയത്തോടെ സന്തോഷത്തോടെ ചെയ്യാനാണ് സിസ്റ്റർ ടെസി മരിയ താല്പര്യപ്പെട്ടത്. സഭയത് അനുഗ്രഹത്തോടുകൂടി ആശീർവദിച്ച് അതിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച്, ആദ്യ നാളിൽ പരിശീലനം കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് വളരുകയും ശുശ്രൂഷ ചെയ്യുകയുമാണ് പ്രൊവിൻഷ്യൽ ടീമിൽ. അപ്പോൾ ആ മേഖലയിൽ ആതുര സേവനം, അതുപോലെ പ്രത്യേകിച്ച് മദ്യപന്മാരായ ആളുകൾ, പരിഗണിക്കപ്പെടാത്ത വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള മേഖല വളരെ നന്നായിട്ട് സിസ്റ്റർ കണ്ടെത്തി ചെയ്യുന്നുണ്ട്. അതിലേറ്റവും മനോഹരമായിട്ടുള്ളത് അങ്ങനെയുള്ള കുടുംബങ്ങളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ടെസി മരിയയ്ക്ക് സാധിക്കുന്നുണ്ട്. അതെപ്പോഴും സമൂഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ആ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുക. അപ്പോൾ അനേകം കുടുംബങ്ങൾ അങ്ങനെ സമാധാനത്തിലേക്ക് കടന്നു വരികയും ഈശോയെ അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്തുല
സിസ്റ്ററിന് പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് കുടുംബങ്ങളോട് ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? കുടുംബങ്ങൾ കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുക്കുക മാത്രമേ രക്ഷയുള്ളൂ. അത് എത്രയാണെന്ന് പറഞ്ഞാലും കുടുംബ കൂട്ടായ്മ, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ച് വീട്ടുകാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാനൊരു ക്ലാസ് എടുത്താൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു 10 പ്രാവശ്യമെങ്കിലും വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാക്കാണ് നിത്യരക്ഷ. ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നു. ഈ 2 ഇരുളുകൾക്കിടയിലുള്ള ഒരു ഇത്തിരി വെളിച്ചമാണ് ഈ ഭൂമി എൻ്റെ കാഴ്ചപ്പാടിൽ. കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതും എന്നാൽ ഇപ്പം പറയാത്തതുമായ ഒരു കാര്യമാണ് ഈ നിത്യരക്ഷ എന്നുള്ളത്. ഇപ്പം അധികം ആളുകൾ സംസാരിക്കാറില്ല. അപ്പം അതിൻ്റെ പ്രാധാന്യം ഏറെയാണെന്നാണ് സിസ്റ്ററിൻ്റെ അഭിപ്രായം. ഇതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നു മനുഷ്യൻ. ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. ഞാൻ വിചാരിക്കുന്നു മനുഷ്യൻ കുറച്ചുകൂടി ഈ ഭൂമിയിലെ ഈ ഭൗമികമായ അല്ലെങ്കിൽ നശ്വരമായ ഈ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആരും ഈ മണിമാളികൾ കെട്ടിപ്പൊക്കില്ല, ആരും ഒന്നും സ്റ്റൈല് കൂട്ടില്ല. അവൻ ഉള്ളത് പങ്കുവയ്ക്കാൻ ശ്രമിക്കും. പാവപ്പെട്ടവൻ ഉള്ളതും ഇല്ലാത്തതും കൂടെ വിറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. അതൊരു ശൈലി ക്ലാരപ്പുണ്ണിയിൽ ചെയ്തത് അങ്ങനെയാണ്. അവൾക്കുണ്ടായിരുന്ന ആ ധനം അവൾ വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടാണ് വന്ന് ചാക്കുടുപ്പുമൊക്കെ ഇട്ട് കയറുമൊക്കെ കെട്ടി അതിലേക്ക് ഇറങ്ങി വരിക. അന്നും ഇന്നും എന്നും മനുഷ്യൻ ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ അവിടെ മാത്രമേ അവന് രക്ഷയുള്ളൂ, അവന് മാത്രമേ ജീവിതത്തിൽ സംതൃപ്തിയുള്ളൂ. ഈ സംതൃപ്തി എന്ന് പറയുന്നത് മറ്റാർക്കും തരാൻ പറ്റാത്ത ഒന്നാണ്. അത് സ്രഷ്ടാവായ ദൈവത്തിനു മാത്രം. അതാ സൃഷ്ടിയായ വ്യക്തി എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു അവിടെ കിട്ടുന്ന ജീവിതത്തിൻ്റെ ഒരു തികവിൻ്റെ പേരാണ് സംതൃപ്തി. അത് നിത്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ഒത്തിരിയേറെ നമുക്കറിയാം. യുവജനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫൗസ്റ്റീനായിക്ക് ഈശോ കൊടുത്ത ഒരു ദർശനത്തിൽ ഒരു നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഒരു ചീത്ത ഫിലിം കണ്ടു ആസ്വദിച്ചു, അതിൻ്റെ പേരിലാണ് വർഷങ്ങളോളം നരകത്തിൽ കിടക്കുക. അത്ര ഗൗരവ ബുദ്ധിയോടുകൂടി ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തെ നാം എടുക്കുമ്പോൾ കടന്നു പോകുന്ന ഓരോ വിനാഴികയും എത്ര പ്രാധാന്യത്തോടെ ഒരു വ്യക്തി എടുക്കണം. അപ്പോൾ ഒരു വ്യക്തി അതിലേക്ക് തിരിഞ്ഞു വന്നാൽ അവൻ സർവ്വതും ഉപേക്ഷിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിലേക്ക് അടുക്കും. അതിൻ്റെ മറ്റൊരു വശമാണ് സഹോദരങ്ങളെ സ്നേഹിക്കുക. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ തൻ്റെ ദൈവവിളി തിരിച്ചറിയുകയും മാതാപിതാക്കന്മാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനങ്ങളൊക്കെ സ്വീകരിച്ച് സഭയോടും സമൂഹത്തോടും പ്രത്യേകിച്ച് ഇടവക വൈദികരോടും സിസ്റ്റേഴ്സിനോടുമൊക്കെ കൂടുതൽ വിധേയത്വത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയൊക്കെ പ്രവർത്തിച്ച് ഇപ്പോൾ 25 വർഷം തൻ്റെ സന്യാസ ജീവിതം പിന്നിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവിധ ജൂബിലിയുടെ എല്ലാ ആശംസകളും സിസ്റ്റർ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇത്രയും നേരവും ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർ ചെലവഴിച്ച ഈ സമയത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നന്ദി.